ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ പാസ്ത എളുപ്പത്തിൽ റെഡിയാക്കി എടുത്താലോ. പാസ്ത വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലത്തെ 3 പാക്കറ്റ് പാസ്തയുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റോളം സമയം എടുത്തിട്ടോ ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് മാറ്റി വെക്കാം. ശേഷം സെയിം പാത്രം തന്നെ കഴുകി വൃത്തിയാക്കി അടുപ്പിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ശരിക്കും ഒരു ബ്രൗൺ ഷെയ്ഡായി വരാൻ തുടങ്ങണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മീഡിയം സൈസുള്ള 4 സവാള പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ വഴറ്റിയിട്ടെടുക്കണം കേട്ടോ. എന്നാലാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്പൈസ് ലെവൽ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഗരം മസാല എല്ലാ സ്പൈസസും കൂട്ടി പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക, അതിൻ്റെ ഒരു പച്ച കുത്തൊന്നും പോകാൻ വേണ്ടിയിട്ട്. ശേഷം ഇതിലേക്കൊരു 4 തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയം ഇതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ചിക്കനെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ചേർക്കുക. അങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. എങ്കിലാണ് ഈ ഒരു പാസ്തയുടെ എല്ലാ ഭാഗത്തും മസാല ഈവനായിട്ട് എത്തുള്ളൂ. ഇനി നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ പാസ്ത ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.